ഇൻഷാ അല്ലാഹ് കേരളത്തിലെ സുന്നികളുടെ സമ്മേളനമാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ വെച്ച് എടരിക്കോട് താജുൽ ഉലമ നഗറിൽ വെച്ച് നടക്കാനിരിക്കുന്നത്. ആ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി അതിന്റെ കർമ്മ പദ്ധതികൾ നമ്മുടെ സമൂഹത്തിൽ, നാട്ടിൽ, യൂണിറ്റുകളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പടച്ചട്ടയണിഞ്ഞ് തയ്യാറായിട്ടുള്ള സഫുവ അംഗങ്ങളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ വെച്ച് മഹാനായ കാന്തപുരം ഉസ്താദ് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രൗഢമായ പ്രഖ്യാപനം നടത്തുമ്പോൾ 5 വരികൾ ആ പ്രഖ്യാപനത്തിന് വേണ്ടി ഖമറുൽ ഉലമ ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്മേളനത്തിന്റെ വിശദമായ വിലാസങ്ങളും അതിന്റെ തീയതിയും അതിന്റെ പ്രമേയവും എല്ലാം പറഞ്ഞതിന് ശേഷം 5ാമത്തെ വരിയും സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ സൂചിപ്പിച്ചുകൊണ്ട് മലപ്പുറം എന്ന ശബ്ദം ഉസ്താദ് പ്രഖ്യാപിച്ചപ്പോൾ നേരത്തെ 4 വരികളിലും വളരെ ആവേശത്തോടെ തക്ബീർ മുഴക്കി. ഒരുപക്ഷെ കൽപ്പറ്റയിലെ പ്രഖ്യാപന സമ്മേളനത്തിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ എന്റെ മുന്നിലുണ്ട്, സ്റ്റേജിലുണ്ട്. അവരൊക്കെയും ഈ പ്രഖ്യാപനത്തിന് സാക്ഷികളാണ്. കാന്തപുരം ഉസ്താദ് സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ 1ാമത്തെ വരിയിൽ തക്ബീർ മുഴങ്ങി, 2ാമത്തെ വരിയിലും തക്ബീർ മുഴങ്ങി, 3ാമത്തെ വരിയിലും തക്ബീർ മുഴങ്ങി, 5ാമത്തെ വരിയിൽ മലപ്പുറം എന്ന ശബ്ദം ഉയർന്നപ്പോൾ തക്ബീർ 10 മടങ്ങ് ഉച്ചത്തിലും വീര്യത്തിലും മുഴങ്ങുന്നത് നാം കണ്ടു. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമായി ഒത്തുകൂടിയ കൽപ്പറ്റയിലെ പ്രഖ്യാപന സമ്മേളനത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കായ പ്രവർത്തകന്മാരോട് സമ്മേളനം നടക്കുന്ന മലപ്പുറം എന്ന ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഉച്ചത്തിലും സ്ഥൈര്യത്തിലും വീര്യത്തിലും തക്ബീർ മുഴക്കണമെന്ന് ആരും നേരത്തെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് സമ്മേളനം നടക്കുന്നു എന്ന് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിക്കുമ്പോൾ 10 മടങ്ങ് ഉച്ചത്തിലും വീര്യത്തിലും അവിടെ തക്ബീർ മുഴങ്ങാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നു 2 കാരണമുണ്ട്. ഒന്ന്, മലപ്പുറത്താണ് സമ്മേളനമെങ്കിൽ അതിന്റെ 50% അത് മലപ്പുറത്താവുക എന്നതുകൊണ്ട് തന്നെ അതിന്റെ 50% വിജയിച്ചു കഴിഞ്ഞു എന്ന ആശ്വാസം. മലപ്പുറത്തൊരു സമ്മേളനം നടക്കുമ്പോൾ അത് അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ ഈ ജില്ല ഏറ്റെടുക്കുമെന്നും കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ, അഹ്ലുസുന്നയുടെ, സമസ്തയുടെ, SYSന്റെ, SSFന്റെ, സഹോദര സംഘടനകളുടെ എല്ലാം സമ്മേളനമായി ആ സമ്മേളനത്തെ ഏറ്റെടുക്കുവാൻ മലപ്പുറം ജില്ലയിലെ SYSന്റെ ചുണക്കുട്ടികൾക്ക് സാധിക്കും എന്ന പ്രഖ്യാപനമായിരുന്നു അന്ന് കൽപ്പറ്റയിൽ നാം കേട്ട തക്ബീർ. 2ാമത്തെ ഒരു കാരണമുണ്ട്. ഈ പ്രസ്ഥാനത്തിന് നായകത്വം വഹിക്കുന്ന നേതൃത്വത്തിന്, നേതാക്കന്മാർക്ക്, SYSന്, SSFന്, സർവോപരി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രാഷ്ട്രീയ രംഗത്തോ പ്രാസ്ഥാനിക രംഗത്തോ ആദർശ രംഗത്തോ ഏതെങ്കിലും ശത്രുക്കളോ വിരോധികളോ ഉണ്ടെങ്കിൽ അവരുടെ തട്ടകമാണ് മലപ്പുറം ജില്ല. എല്ലാ വിരോധികളുടെയും എല്ലാ ശത്രുക്കളുടെയും തട്ടകമാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ ശത്രുവിന്റെ, വിരോധികളുടെ തട്ടകത്തിൽ കയറി നിന്നുകൊണ്ട് വെല്ലുവിളിക്കാൻ മാത്രം ഈ പ്രസ്ഥാനം ശക്തമാണ് എന്ന പ്രഖ്യാപനമാണ് മഹാനായ കാന്തപുരം ഉസ്താദ്, ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കൽപ്പറ്റയിൽ വെച്ച് നടത്തിയത്. ആ പ്രഖ്യാപനത്തിന്റെ അർത്ഥവും അക്ഷരവും ഒരുപോലെ ഉൾക്കൊണ്ട നമ്മുടെ പ്രവർത്തകന്മാർ മലപ്പുറം ജില്ലയിലാണ് സമ്മേളനം നടക്കുന്നത് എന്നറിയുമ്പോൾ 10 മടങ്ങ് ആവേശത്തിലും 10 മടങ്ങ് സ്ഥൈര്യത്തിലും വീര്യത്തിലും തക്ബീർ മുഴക്കിയെങ്കിൽ ആ തക്ബീറിന്റെ അർത്ഥം ഉൾക്കൊണ്ട്, അതിന്റെ അക്ഷരം ഉൾക്കൊണ്ട്, അതിന്റെ ആവേശം ആവാഹിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിൽ എന്റെ മുന്നിലിരിക്കുന്ന സഹപ്രവർത്തകരെ, നിങ്ങൾ ഈ അണിഞ്ഞിരിക്കുന്ന പടച്ചട്ട, ഈ അണിഞ്ഞിരിക്കുന്ന പടച്ചട്ട അത് ബദറിലും ഉഹദിലും നമ്മുടെ സ്വഹാബി വര്യന്മാർ, നമ്മുടെ പൂർവ്വസൂരികൾ അണിഞ്ഞ പടച്ചട്ടയുടെ പ്രതീകമാണ്.
യുദ്ധമാണ് എന്ന് മനസ്സിലാക്കി സർവമാന വിദ്അത്തുകൾക്കെതിരെയും സർവമാന ആദർശ വിരോധികൾക്കെതിരെയും പ്രാസ്ഥാനിക ശത്രുക്കൾക്കെതിരെയും അങ്ങനെ തുടങ്ങി ഈ പ്രസ്ഥാനത്തിന് നേരെ ഈ ആദർശത്തിന് നേരെ വിരൽ ചൂണ്ടുവാൻ കരുത്തുള്ള ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ വിരോധികളെ ആദർശത്തിന്റെ വിരോധികളെ നിലക്ക് നിർത്തുവാനും അതോടൊപ്പം ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു മഹത്തായ ആദർശമുണ്ട്, ആശയമുണ്ട്. ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, സമർപ്പിത യൗവനം, സാർത്ഥക മുന്നേറ്റം. 20 കൊല്ലക്കാലം ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഈ സമൂഹത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി, ഈ സമൂഹത്തിലെ അശരണർക്ക് വേണ്ടി, ഈ സമൂഹത്തിലെ ദരിദ്ര ജനവിഭാഗത്തിന് വേണ്ടി, ഈ സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട എല്ലാവർക്കും വേണ്ടി നാം ഉയർത്തിയ മുദ്രാവാക്യങ്ങളുണ്ട്, നാം അർപ്പിച്ച സേവനങ്ങളുണ്ട്, നാം അർപ്പിച്ച കർമ്മ പദ്ധതികളുണ്ട്. ആ കർമ്മ പദ്ധതികൾ വളരെ ആവേശത്തോടെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടും മാർച്ച് 1 ശേഷം നമ്മുടെ മുമ്പിലുള്ള സുദീർഘമായ ഒരു 60 വർഷം, ആ 60 വർഷക്കാലത്തേക്ക് സമഗ്രമായ ആവേശകരമായ പ്രൗഢമായ അർത്ഥഗംഭീരമായ ഒരു കർമ്മ പദ്ധതി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും ആരെയും ആക്ഷേപിക്കുവാനല്ല, ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, ആരെയെങ്കിലും അപഹസിക്കുവാനോ പരിഹസിക്കുവാനോ അല്ല. യൗവനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സുവർണകാലമാണ്. ഈ സുവർണകാലം മറ്റൊരാളെ അപഹസിച്ചുകൊണ്ടും മറ്റൊരു പ്രസ്ഥാനത്തെ പരിഹസിച്ചുകൊണ്ടും മറ്റാരെയെങ്കിലും കളിയാക്കിക്കൊണ്ടും ചെറുതാക്കിക്കൊണ്ടും തുലച്ചു കളയാനുള്ളതല്ല. തികച്ചും സക്രിയമായ ക്രിയാത്മകമായ സൃഷ്ടിപരമായ മാർഗത്തിൽ ഈ യൗവനത്തെ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന സന്ദേശം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നൽകുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം അതിന്റെ 60ാം വാർഷിക സമ്മേളനം നടത്തുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന ജനങ്ങൾ, ആ 3.5 കോടി ജനങ്ങളിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ, ആപേക്ഷികമായി വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ നമ്മുടെ സമ്മേളന നഗരി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ നമ്മുടെ വൈലത്തൂർ തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ നേതാക്കളൊക്കെയും സൂചിപ്പിക്കുകയുണ്ടായി. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിനോ അതിന്റെ മാതൃസംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കോ അത് പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ജനകൂട്ടായ്മയെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് ഒരു സമ്മേളനം നടത്താൻ മാത്രം പറ്റിയ ഒരു നഗരി മലപ്പുറം ജില്ലയിലോ കേരളത്തിലോ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, അത് പുരുഷന്മാരാകട്ടെ, സ്ത്രീകളാകട്ടെ, മുസ്ലിമീങ്ങളാകട്ടെ, അമുസ്ലിമീങ്ങളാകട്ടെ, സുന്നികളാവട്ടെ, അസുന്നികളാവട്ടെ, ഈ കേരളത്തിൽ SYS അതിന്റെ 60ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ആശയമെന്ത്, ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന സന്ദേശമെന്ത്, ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന കർമ്മ പദ്ധതി എന്ത്, അത് കേരളത്തിലെ ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടതുണ്ട്, ഓരോ കുട്ടിയും അത് കേൾക്കേണ്ടതുണ്ട്, ഓരോ കുട്ടിയും അത് അറിയേണ്ടതുണ്ട്. തീർച്ചയായും ഒരു നഗരിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ സംബോധന ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഈ സഫുവ അംഗങ്ങൾ, കേരളത്തിലൊട്ടുക്കുമുള്ള സഫുവ അംഗങ്ങൾ തീരുമാനിച്ചാൽ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സമ്മേളനം മാർച്ച് 1-ാം തീയതി സമാപിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും, അവരിൽ മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അതേപോലെ മറ്റു നേരത്തെ ഞാൻ എണ്ണിപ്പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും, അവരെല്ലാവരും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തുറന്ന് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ തുറന്ന് അങ്ങനെ കേരളത്തിൽ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ മലയാളി മുസ്ലിമീങ്ങളുണ്ടോ, മലയാളി മുസ്ലിമീങ്ങളുള്ള എല്ലാ പ്രദേശത്തും, എല്ലാ റൂമിലും, എല്ലാ വീട്ടിലും, എല്ലാ തെരുവിലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ SYS ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങളും സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളും സമ്മേളനം മുന്നോട്ട് വെക്കുന്ന കർമ്മ പദ്ധതിയും അത് തുറന്നു പിടിച്ച് കാണുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നാം വിജയിക്കണം. അവിടെയാണ് ഒരു സമ്മേളനത്തിന്റെ വിജയം. സമ്മേളനം തീർച്ചയായും വിജയിക്കും. അത് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് തന്നെ വിജയിക്കും. അത് SYS-ന്റേതായതുകൊണ്ട് തന്നെ വിജയിക്കും. അത് SSF-ന്റേതായതുകൊണ്ട് തന്നെ വിജയിക്കും. അത് ഖമറുൽ ഉലമ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റേതായതുകൊണ്ട് തന്നെ അത് വിജയിക്കും. പക്ഷെ
പക്ഷേ ആ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരാൻ പല കാരണങ്ങളാൽ സാധിക്കാത്ത സർവ ജനവിഭാഗങ്ങളെയും SYSന്റെ ശബ്ദം, SSFന്റെ ശബ്ദം, അതേപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശബ്ദം, സർവോപരി മഹാനായ നൂറുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും ശബ്ദം ഈ ലോകത്താകെ പരന്നു കിടക്കുന്ന